ബഹുമാനപ്പെട്ട കെ രമ, അങ്ങേക്ക് 5 മിനിറ്റ് സംസാരിക്കും. സാർ, നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപത്താണ് സാർ മയക്കുമരുന്ന്. സാർ, MDMA സ്റ്റാമ്പുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക മരുന്നുകൾ, മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ നിയന്ത്രണാതീതമായി കടന്നു വരികയാണ് സാർ. കാലഹരണപ്പെട്ട നിയമങ്ങളും പഴഞ്ചൻ നടപടിക്രമങ്ങളുമാണ് സാർ ഇപ്പോഴും നമ്മുടെ എക്സൈസ് വിഭാഗത്തിനുള്ളത്. തൊട്ടടുത്ത് നമ്മുടെ മയക്കുമരുന്ന് വ്യാപാരത്തെപ്പറ്റി അറിവുണ്ടെങ്കിലും ഭയം കൊണ്ട് അത് പറയാൻ പലപ്പോഴും ഭയക്കുകയാണ് ആളുകൾ. അപ്പോൾ ശക്തമായ ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഈ ഒരു വിഭാഗത്തിൽ, ഈ ഒരു വകുപ്പിൽ വലിയ തോതിൽ ഉണ്ട് എന്നുള്ളതാണ്. വലിയ മാഫിയാണ് സാർ ഇതിനകത്തുള്ളത്. ഈ മാഫിയകൾ പല സ്ഥലത്തും ഇതിനകത്തേക്ക് വരികയാണ്. നമുക്ക് പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നടപടിയിലേക്ക് എന്ത് നീങ്ങുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ നിയമങ്ങൾ പലപ്പോഴും നിയമങ്ങളില്ല. വലിയ ഇതുണ്ടെങ്കിൽ മാത്രമേ പിടിക്കപ്പെടുന്നുള്ളൂ. ചെറിയ അളവുകൾ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ വരാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ പഴുതുപയോഗിച്ചുകൊണ്ട് ഇത് വലിയ തോതിൽ കടത്തപ്പെടുകയാണ്, ആളുകളിലേക്ക്, യുവാക്കളിലേക്ക്, കുട്ടികളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമത്തിലുൾപ്പെടെ മാറ്റം വരുത്തണം. എക്സൈസ് വകുപ്പിലും ഇപ്പോഴും അബ്കാരി കേസുകൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു. പക്ഷേ അതിനാവശ്യമായ ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്നില്ല. ജീവനക്കാർ പലപ്പോഴും അത് അവിടെയുള്ള ഓഫീസ് വർക്കുകൾക്കും അതുപോലെ തന്നെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളിലേക്കൊക്കെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണ് പോകുന്നത്. പക്ഷേ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് പിടിക്കപ്പെട്ടയിടത്തിലേക്ക് പോകാനോ അതിന് നടപടികൾ സ്വീകരിക്കാനോ പലപ്പോഴും ഈ വകുപ്പിന് സാധിക്കാത്ത വരുന്നതുണ്ട്. അത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇത്തരം കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കാര്യത്തിൽ വർധനവ് വരുത്താൻ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. വനിതകൾ, സ്ത്രീകളുടെ, പെൺകുട്ടികളൊക്കെ ഇത് ധാരാളമായിട്ട് ഇതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ വനിതാ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ടാകുന്നത്. എൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യ ചെയ്തത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് പിടിക്കപ്പെട്ടപ്പോൾ അത് തന്നതാരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത ആളുകൾ ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷേ അത്തരം ആളുകളെ കണ്ടെത്താനും അവരെ നിയമ നടപടി സ്വീകരിക്കാനും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ തൊട്ടടുത്ത് 3 മരണങ്ങൾ തൊട്ടടുത്തായിട്ടുണ്ടാവുകയാണ്. അത് ചെറുപ്പക്കാർ ബസ് സ്റ്റോപ്പിൽ കുത്തിവെച്ചിട്ട് മരിക്കുന്നു, ആളൊഴിഞ്ഞ പറമ്പിൽ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഇതിന് നിയമപരമായിട്ട് എന്ത് നടപടി ഉണ്ടാകുന്നു എന്ന ചോദ്യമാകുന്നു. ആരും പിടിക്കപ്പെടുന്നില്ല സാർ. ഇത്തരം കേസുകൾ ഉണ്ടാകുന്നു. എവിടെയാണ് പിടിക്കപ്പെടുന്നത്? എവിടെയാണ് നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്? ഇതിന് അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് അപ്പുറത്തേക്കുള്ള നിയമ നടപടികൾ ഉണ്ടാകണം സാർ. അതിന് വകുപ്പ് കൂടി ശക്തമാകേണ്ടതുണ്ട്. അത്തരം ഉണ്ടാകാത്ത ഒരു പ്രശ്നം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ ഇപ്പോൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ആ തൊഴിലുറപ്പ് ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് നേരത്തെ മെറ്റീരിയൽ സപ്ലൈ ബ്ലോക്ക് പഞ്ചായത്തിനായിരുന്നു. അത് ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പഞ്ചായത്ത് നേരിടുന്നുണ്ട്. അതുകൊണ്ടത് പഞ്ചായത്തിലേക്ക് തന്നെ തിരിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത് സാർ. അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിലെ ഈ തൊഴിലാളികൾക്ക് അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫുട്പാത്തുകൾക്കും റോഡുകൾക്കുമൊക്കെയുള്ളൊരു വിഹിതം ഉണ്ടായിരുന്നു. നേരത്തെ അത് 40% അതിപ്പോൾ 10% കുറച്ചു. അതൊരു 30% വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഈ ഗ്രാമീണ മേഖലയിലേക്കുള്ള തൊഴിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുകളും അതുകൂടി പരിഹരിക്കപ്പെടണം, അത് ആലോചിക്കപ്പെടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുണ്ട് സാർ. അതുപോലെ തന്നെയാണ് പെർമിറ്റ് ഫീസ് വലിയ തോതിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫീസുകളൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ പെർമിറ്റിനുള്ള പിഴ അത് 100% സാർ. ഈ 100% പിഴ വരുന്നത് കൊണ്ട് അവിടേക്ക് അഴിമതിയുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു അശാസ്ത്രീയമാണ്. ഇത് കൃത്യമായിട്ട് ഒരു പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെയാണ് സാർ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, അത് വലിയ ഭാരിച്ച ചുമതലകളാണ് അവർക്ക് ഓരോ ജനപ്രതിനിധികൾക്കുള്ളത്. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു ശുപാർശ സർക്കാർ ഉണ്ടാകണം. ആ ഒരു നടപടിക്രമങ്ങളുമായിട്ട് പഴയ കാലത്തുള്ളതാണ്. അതൊരു മാറ്റം വരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി വകുപ്പ് ആലോചിക്കണം എന്നതാണ് സാർ പറയാനുള്ളത്. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വീടിന് വേണ്ടി കാത്തിരിക്കുകയാണ് സാർ. അതിനകത്ത് 1 ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. ബാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം. ആ തദ്ദേശ സ്ഥാപനങ്ങൾ കിട്ടുന്ന ഹഡ്കോയുടെ വായ്പ, ആ വായ്പ നേരത്തെ അതിനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2.5 കോടിയൊക്കെ കൊടുത്തിരുന്നിടത്ത് ഇപ്പം 50 ലക്ഷമൊക്കെയാണ് കൊടുക്കുന്നത്. അത് തന്നെ ട്രഷറി ബാനൊക്കെ വരുന്ന സമയത്ത് അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ ലൈഫ് പദ്ധതികൾ ആളുകൾ കാത്തിരിക്കുന്ന ഈ പദ്ധതികൾ പോലും കിട്ടാൻ സാധിക്കാതെ
ലഭിക്കാത്ത അവസ്ഥ വരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളെ വളരെ ഫലപ്രദമായി അവരെ കാണാൻ സാധിക്കാൻ തുച്ഛമായ വേതനത്തിലാണ് അവരെ നമ്മുടെ നാട് കാത്തു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് ഹോണറേറിയം വർദ്ധിപ്പിക്കാനും അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളും ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ജനകീയാസൂത്രണത്തിൻ്റെ ആരംഭകാലത്ത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇപ്പം ജനപങ്കാളിത്തം കുറഞ്ഞു വരികയാണ് സാർ. ഗ്രാമസഭകളിലേക്കൊന്നും ആളുകൾ എത്തുന്നില്ല. അതിന് കാരണം ഈ ഗ്രാമസഭകളിലൊക്കെ വന്ന് പദ്ധതികളെ സംബന്ധിച്ച് സംസാരിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും അതൊന്നും കിട്ടുന്നില്ല. ഒരു പദ്ധതിയും കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആളുകൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ പ്രസക്തി പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ചില നയപരമായ തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കാലാനുസൃതമായ മാറ്റം വരുത്താൻ വകുപ്പ് മുന്നോട്ട് വരാൻ കൂടി തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു.